Okay, this is an image of forest ecosystem. You can see here the producers, primary consumers, secondary consumers, tertiary consumers, etc. Isn't it? So we can let us move to the forest ecosystem. In a forest, like any other ecosystem, a general chain of relationship among the organisms is same. ഓക്കെ, അപ്പം എങ്ങനെ ആയിരിക്കും ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫുഡ് ചെയിനിൽ പഠിച്ചിരിക്കുന്ന പോലെ ഒരു സെയിം റിലേഷൻഷിപ്പ് ആയിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് വൺ as we know that the food is produced by the producer. Which are the producers? Yes, of course, the plants are called the food producers, isn't it? And also then the food is consumed by certain animals. So we can say the animals are termed as the food consumers. Okay, and these food consumers depending on each other. അപ്പം ഈ ഫുഡ് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നിനെയും ആശ്രയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും? ഫോർ ഒബ്റ്റൈനിങ് ദ ഫുഡ്, അല്ലേ? പ്രൊഡ്യൂസേഴ്സിനെ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫുഡ് ഒബ്റ്റൈൻ ചെയ്യാൻ, ഫോർ ദെയർ എക്സിസ്റ്റൻസ്. ആൻഡ് as we know that the forest is a large area of land with a dense growth of trees and large variety of shrubs, bushes and grasses etc. are belonging to the forest, isn't it? And all these plants produce their own food through the process photosynthesis and are therefore we can characterize as they are self-producers or self-food producers, or otherwise we can say it as autotrophs. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത്. വൈ ദേ ആർ കോൾഡ് ആസ് ഓട്ടോട്രോപ്സ്? എന്തുകൊണ്ടായിരിക്കും അവരെ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഫുഡ് ബൈ ദംസെൽഫ്, അല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഓട്ടോ മീൻസ് സെൽഫ് ആൻഡ് ട്രോഫ് മീൻസ് ഫുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോട്രോപ്സ് ആണോ? നമുക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? ഇല്ല, അല്ലേ? സോ വി ആർ ഹെട്രോട്രോപ്സ്. വി ആർ ബിലോങ്ങിങ് ടു ദ കാറ്റഗറി ഹെട്രോട്രോപ്സ്. വൈ? എന്തുകൊണ്ടായിരിക്കും നമ്മളെ ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കുന്നത്? as we know that we are depending on other for food. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് എന്തിനു വേണ്ടി? ഫുഡിന് വേണ്ടി. സോ വി ആർ ടേംഡ് ആസ് ഹെട്രോട്രോപ്സ്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇനിയും അടുത്തത്, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ, പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നത്, ഫസ്റ്റ്ലി കൺസ്യൂം ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നോക്കിയേ, നെക്സ്റ്റ് there are some plant eating animals that is called herbivorous animals, അല്ലേ? പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനെയാണ് ഹെർബിവോറസ് ആനിമൽസ് എന്ന് പറയുന്നത്. such as rabbit, deer, pigeons, parrot etc. are belonging to the category herbivorous. Or even insects like grasshoppers, crickets, butterflies, bees etc. are also belonging to the herbivorous animals or insects. And they all eat the plants directly or eat their fruit, flowers etc. or even suck the plant juices. ഇപ്പോൾ എന്താണ്? ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യമേ തന്നെ പ്ലാന്റിൻ്റെ ഫ്രൂട്ടോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ഡയറക്റ്റായിട്ട് ഇവരായിരിക്കും ആദ്യമേ കൺസ്യൂം ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ സച്ച് ആനിമൽസ്, ഇങ്ങനെയുള്ള ആനിമൽസിനെ ദേ ആർ ranked as the primary consumers. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈമറി കൺസ്യൂമേഴ്സ്? ദാറ്റ് മീൻസ് ഡയറക്റ്റ് പ്ലാന്റ് ഈറ്റേഴ്സ്, അല്ലേ? പ്ലാന്റിനെ ആദ്യം കൺസ്യൂം ചെയ്യുന്നവരെയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഹിയർ you can see the secondary consumer. Next to the primary consumers, there are animals like tiger, lion, wolf, lizards, snakes and some birds which capture the herbivorous animals or eat their flesh. അപ്പം നെക്സ്റ്റ് വൺ എന്താണ്? സെക്കൻഡറി കൺസ്യൂമർ ആരെയാണ് കൺസ്യൂം ചെയ്യുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സായ ഹെർബിവോറസ് ആനിമൽസിനെ അല്ലെങ്കിൽ അവരുടെ ഫ്ലഷ് ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. സോ വി ക്യാൻ സേ സച്ച് ആനിമൽസ് ആർ കാറ്ററൈസ്ഡ് സിംപ്ലി ബൈ കാർണിവോറസ് ആനിമൽസ്, അല്ലെങ്കിൽ നമുക്ക് അവരെ എന്ത് വിളിക്കാം? ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ നമുക്ക് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് അല്ലെങ്കിൽ കാർണിവോറസ് ആനിമൽസ് എന്ന് വിളിക്കാം. സോ ദേ ആർ ടെക്നിക്കലി ടേംഡ് ആസ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. വൈ? എന്തുകൊണ്ടാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്? ദേ ആർ ഡയറക്ട്ലി കൺസ്യൂം ദ പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സിനെ അവർ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് അവരെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ്
നെക്സ്റ്റ് ഒരു സ്യൂട്ടബിൾ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 34. Consider another possibility in a forest that includes involving one more stage of food level. ഇനി ഒരു സ്റ്റേജ് കൂടെ നമുക്ക് ഒരു സ്റ്റേജ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡറി കൺസ്യൂമർ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് എന്തായിരിക്കും വരുന്നത്? ടെർഷ്യറി കാണും അല്ലേ, ടെർഷ്യറി കൺസ്യൂമർ. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്രാസ് മീൻസ് ദേ ആർ പ്രൊഡ്യൂസേഴ്സ്. ദ ഗ്രാസ് ഈസ് ഈറ്റൺ ബൈ ഗ്രാസ് ഹോപ്പർ. ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ ആരായിരിക്കും? ദാറ്റ് ഈസ് ദ പ്രൈമറി കൺസ്യൂമർ. ഇപ്പോൾ ഗ്രാസ് പ്രൊഡ്യൂസർ ആണെങ്കിൽ ഗ്രാസിനെ ഫസ്റ്റ് കഴിക്കുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഈറ്റൺ ചെയ്യുന്നത് ഗ്രാസ് ഹോപ്പർ. ആൻഡ് ദെൻ ദ ഗ്രാസ് ഹോപ്പർ, ദ പ്രൈമറി കൺസ്യൂമർ ദാറ്റ് ഈസ് ഈറ്റൺ ബൈ എ ഫ്രോഗ്, ദാറ്റ് ഈസ് ദ സെക്കൻഡറി കൺസ്യൂമർ, ഇസ്ൻ്റ് ഇറ്റ്? അപ്പം ഗ്രാസ് ഹോപ്പറിനെ കൺസ്യൂം ചെയ്യുന്നത് ആരാണ്? ഫ്രോഗാണ്. അപ്പം ഫ്രോഗ് എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമർ ആണ് അല്ലേ. ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ഫ്രോഗ് ദാറ്റ് ഈസ് ഈറ്റൺ ബൈ എ സ്നേക്ക്. അപ്പോൾ ഫ്രോഗിനെ പിന്നെ കൺസ്യൂം ചെയ്യുന്ന ആരായിരിക്കും? സ്നേക്ക് ആയിരിക്കും. ഹിയർ ദ സ്നേക്ക് ഈസ് കോൾഡ് ദ ടെർഷ്യറി കൺസ്യൂമർ. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് കോൾഡ് ടെർഷ്യറി കൺസ്യൂമർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ എന്താണ്? സ്നേക്കാണ്. സ്നേക്ക് ആരെ കൺസ്യൂം ചെയ്യുന്നുണ്ട്? ഫ്രോഗിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് here the snake is the tertiary consumer. Okay, and after that the snake is eaten by a peacock. So we can say that the peacock is the another food level. Okay, and all such food levels are called tropic levels. ഇങ്ങനെ ഫുഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോപ്പിക് ഫുഡ് ലെവൽസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മീനിങ് എ ഫുഡ് ഒബ്റ്റെയിനിങ് സ്റ്റെപ്സ് ഇൻ എ ഫുഡ് ചെയിൻ. ഇപ്പോൾ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഫുഡ് ചെയിൻ പ്രോസസ്സിനെയാണ് ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നെ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. ഈറ്റിംഗ് ദ ഡെഡ് ആനിമൽസ്. ഇനി നമ്മൾ ഡെഡ് ആനിമൽസിനെ ഈറ്റൻ ചെയ്യുന്നവരെ അതുകൂടെ നോക്കാം. ഓക്കെ, ഓൾ ദ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽ ആനിമൽസ് ഡൈ ടു one reason or the another, and if the body of dead animals is not eaten by petrifying flesh eaters, that is scavengers, it will be spoiled in the ecosystem. ഇപ്പം ചില ആനിമൽസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചത്തുപോയ ആനിമൽസ് ആയിക്കോട്ടെ. അപ്പം അതിനെ എന്തോ ചെയ്യും? ആരും കഴിക്കാതെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ബോഡി ആ ഫ്ലഷ് ആരും ഈറ്റൻ ചെയ്യാതെ വരുവാണെങ്കിൽ അത് അവിടെ കിടന്ന് എന്ത് ചെയ്യും? പതുക്കെ സ്പോയിൽ ചെയ്ത് എക്കോസിസ്റ്റവുമായിട്ട് ചേരും. As we know that the dead material is further broken down by the bacteria and fungi. നമ്മൾ എങ്ങനെയാണ് ഇത് ഡിക്കമ്പോസ് ചെയ്യുന്നത്? യെസ്, വിത്ത് ദ ആക്ഷൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം അല്ലേ. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഈ ഡെഡ് ആൻഡ് ഡീക്കേ ആയിട്ടുള്ള സബ്സ്റ്റൻസ് മണ്ണിലേക്ക് എന്ത് ചെയ്യുന്നത്? ലയിച്ച് ചേരുന്നത്. സോ with the action of the microorganism, especially bacteria and fungi in the soil, have the ability to break down these dead materials, and thus helping in return of nutrients back to the soil for the plant to grow. After that എന്ത് ചെയ്യും? ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻ മൂലം ആ ഡെഡായിട്ടുള്ള ആനിമൽസ് മണ്ണ് ലയിച്ച് ചേരും. ആഫ്റ്റർ ദാറ്റ് these nutrients that absorbed by the soil, and after that the plant absorb these nutrients for their growth, isn't it? അപ്പം ഇതിനകത്ത് ന്യൂട്രിയൻസ് ആര് അബ്സോർബ് ചെയ്യുന്നു? പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നു for their growth, and then that is able for the photosynthesis process. And here, thus in a forest or any other ecosystem, the chain of type of food obtained will be as follows. Here നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, that is producers are the green plants are called producers. The producers are consumed by the primary consumers. The herbivores are called the primary consumers. After that the primary consumers is consumed by the secondary consumers. Okay, that is termed as the primary carnivorous. And after that the secondary consumers is consumed by the tertiary consumers, that is called the secondary carnivorous. Okay, hope you understand the section. Thank you all.